കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന ആരോപണം കേരളമടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും ഇ.ഡി. അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴാണെങ്കിലും ഇ.ഡിയുടെ പ്രാഥമിക അന്വേഷണം നടന്നു കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രാഥമിക അന്വേഷണം നടത്തി ECIR വരെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുത്തു എന്നതിൻ്റെ ആദ്യപടിയാണ് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഇ.ഡി. അവരുടെ പണി നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇവിടെ ഇരുന്ന് കരഞ്ഞു നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ലെന്ന് ഇപ്പോഴെങ്കിലും പിണറായിയും മകളും മനസ്സിലാക്കണം. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഇ.ഡി. ECIR രജിസ്റ്റർ ചെയ്തു. SFIO അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇ.ഡി. കൊച്ചി യൂണിറ്റ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്നത്. മൂന്നാമത്തെ കേന്ദ്ര ഏജൻസിയാണ് ആരോപണം അന്വേഷിക്കുന്നത്. ആദ്യം ആദായ നികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ് കരിമണൽ കമ്പനിയായ CMR നിന്നും സേവനം നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് 1.72 കോടി രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. CMR കമ്പനി ജീവനക്കാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് ബോർഡ് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയത്. തനിക്ക് എതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ SFIO കടുത്ത നിലപാടിലേക്ക് കടന്നിരുന്നു. ഇതിനിടെയാണ് ഇ.ഡിക്കും റിപ്പോർട്ട് നൽകിയത്. നേരത്തെ SFIO വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് CMRലും KSIDCയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ CPMും വീണ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. വീണ വിജയനെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനയും വന്നു. ഇതിനിടെയാണ് പുതിയ നീക്കം. പിന്നാലെ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് SFIO അന്വേഷണം തുടങ്ങി. ഇതിന്റെ ഭാഗമായി വീണയുടെ കമ്പനിക്ക് പണം നൽകിയ കമ്പനികൾക്കെല്ലാം നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കമ്പനികളിൽ SFIO പരിശോധനയും നടത്തി. ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇ.ഡിയും കേസെടുത്തിരിക്കുന്നത്. എക്സാലോജി കമ്പനിയും ഇ.ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. പ്രതിപ്പട്ടികയിൽ ആരൊക്കെയുണ്ടെന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിക്കും CPMനും ഏറെ വെല്ലുവിളിയാകുന്നതാണ് ഇ.ഡി കേസ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കൂടി അന്വേഷണ പരിധിയിൽ വരുന്നതിനാൽ വീണ വിജയൻ പ്രതിപ്പട്ടികയിൽ വരുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ CPMന് ഏറെ വിയർക്കേണ്ടി വരും. മോദിയും അമിത്ഷായും അവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നതെന്നതിൻ്റെ തെളിവാണ് അഴിമതിക്കെതിരെ നടക്കുന്ന ഈ നീക്കങ്ങൾ. ആരെയും ഭയക്കാനില്ല, അവരെ ഭയപ്പെടുത്താൻ ഇവർക്കാർക്കും കഴിയുകയുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. തെളിവുകൾ ശേഖരിക്കുന്നത് പോലും പിണറായി സംഘം അറിയുന്നില്ല. ഇതൊക്കെ പിണറായിക്ക് ആരും ചാർത്തി കൊടുക്കുന്നില്ലയാവോ? അതോ എല്ലാം അറിഞ്ഞിട്ടും പിണറായി മുട്ടുവിറക്കൽ കൊണ്ട് ആരോടും പറയാതിരിക്കുന്നതാണോ? ഈ പോക്കാണെങ്കിൽ എന്തായാലും അറസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാകുമെന്നും ഉറപ്പാണ്.